അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു ടിപ്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ഇന്ന് വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഈ ഒരൊറ്റ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ കുറേ ദിവസങ്ങളായിക്കൊണ്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് മുഖത്ത് ഓരോരോ പായ്ക്കൊക്കെ നമ്മൾ ഇടുന്നെന്ന് പറഞ്ഞാലും ചില സമയത്ത് നമുക്ക് ഇടുന്ന ചില ഇഷ്ടപ്പെട്ട പായ്ക്കുകളൊക്കെ ഉണ്ടല്ലോ. അത് നമുക്ക് ഇടുമ്പോൾ നല്ല റിസൾട്ട് ഒന്നും കൂടെ കിട്ടുന്നതായിട്ട് നമുക്ക് തോന്നും. അങ്ങനെയുള്ള ഒരു പായ്ക്കാണ്. പായ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു മാസ്ക് ആണ് ഇന്ന് ഇടുന്നത്. അപ്പോൾ അത് എന്താണെന്നുള്ള ഈ ഒരു മാസ്ക് ഞാൻ വേറെ രീതിക്ക് ഞാൻ ചെയ്യുന്ന ഞാൻ പ്രാവശ്യം കാണിച്ചാണ്. അപ്പോൾ അന്ന് ഒത്തിരി പേരൊക്കെ എനിക്ക് കമന്റ് ഇട്ടായിരുന്നു മുട്ടയുടെ സ്മെല്ല് പറ്റുന്നില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെയാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ പ്രാവശ്യം നിങ്ങൾക്ക് മുട്ടയുടെ സ്മെല്ലും ഒന്നും ഇല്ലാതായിട്ടുള്ളൊരു പായ്ക്കാണ് ഇടുന്നത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് എന്നാന്നുള്ളത് വീഡിയോയിലൂടെ കാണാം കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാനിത് എപ്പോഴും പറയുന്നുണ്ട്, പക്ഷേ ലൈക്ക് പോലും നിങ്ങൾക്ക് തോന്നിയാലേ നിങ്ങൾ ചെയ്യത്തുള്ളൂ. വീഡിയോ കണ്ടു പോകത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊന്ന് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മടിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സ് എന്നാന്നുള്ളത് നമ്മുടെ ഫേസ് വരുന്നത് ടാന്, അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് വരുന്ന കറുത്ത പാട് കാര്യങ്ങളൊക്കെ നമ്മുടെ മൂക്കിൻ്റെ ഇവിടെയൊക്കെ. പക്ഷേ എനിക്കില്ല അങ്ങനെ. ഒത്തിരി പേർക്ക് കണ്ടിട്ടുണ്ട് മൂക്കിൻ്റെ ഇവിടെ പിന്നെ വേണ്ടി ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കറുത്ത പാടുകൾ വരുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഇതാണ്. അപ്പോൾ നമുക്കിത് ഒരു ഇച്ചിരി ഒന്ന് സെറ്റാക്കി നമ്മൾ എടുക്കണം. എന്നാലും ഒത്തിരി പാടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് നമുക്ക് അതെങ്ങനെയാണെന്നുള്ളത് ചെയ്യുന്നെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാമേ. അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അപ്പോൾ നമുക്ക് എന്നാ ടിപ്സ് എന്നുള്ളത് വീഡിയോയിലൂടെ കാണാമേ. നമുക്കിപ്പം ഇതിന് വേണ്ടത് ആദ്യം എടുക്കേണ്ടത് മുട്ടയുടെ വെള്ളയാണേ. അത് നമ്മുടെ മുഖത്തിന് ആവശ്യമുള്ളത് നമ്മൾ എടുക്കുക. ഇതേണ്ടേ, ഇപ്പം ഇത്ര എടുത്തിട്ടുണ്ട്. ഇത് മതി നമുക്ക്. ഇതിനകത്ത് ഫുള്ളി ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, അത്രയും മതി നമുക്ക്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണമെന്ന് പറഞ്ഞാൽ നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുക്കണം. ഇതുണ്ട്, ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് എടുക്കാമെങ്കിൽ നല്ലപോലെ നമുക്ക് പതഞ്ഞ് കിട്ടും. നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പൂണിൻ്റെ സൗണ്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പം ഇത് ഞാൻ നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം വെച്ച് നല്ലപോലെ ഒന്ന് ചൂടാകട്ടെ. ചൂടാക്കി വെച്ച് ബാക്കി ചെയ്യേണ്ടത് പറയാം. ഇതിപ്പോൾ വെള്ളം നല്ലപോലെ ചൂടായി കേട്ടോ. എന്നിട്ട് ഞാൻ തീ കുറച്ചിടുകയാണ് ചെയ്യുന്നത്. ഒത്തിരി ഇട്ട് തിളപ്പിക്കണ്ട കേട്ടോ വെള്ളം. നല്ലപോലെ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ആ വെള്ളത്തിലേക്ക് നമ്മൾ ഈ മുട്ട പതപ്പിച്ചത് ഒന്ന്, എഗ് വൈറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ, അത് പതപ്പിച്ചത് ഒന്ന് എടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ഒരു പച്ചപ്പൊന്ന് മാറുന്നിടം വരെ ഒന്ന് നമ്മൾ വാട്ടിയെടുക്കുക എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഒന്ന് ആക്കിയെടുക്കാം. ആ പതിയെ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് ആ ഒരു കളറ്. ഒത്തിരി ടൈറ്റാക്കി എടുക്കരുത്, നമുക്കത് മുഖത്ത് തേക്കാനായിട്ടുള്ളതാണ്. ആ ചെറിയതായിട്ടുള്ള ഒരു ഇതൊന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. ചെറുതായിട്ടുള്ളത് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഇത് കണ്ടോ, ഇങ്ങനെയൊരു ചെറിയ ഇതായിട്ട് ഇത് കണ്ടോ, ഇതുപോലൊന്ന് സെറ്റായി നമുക്ക് കിട്ടണത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണത്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരു 2 തുള്ളി നാരങ്ങ നീര്. 2 തുള്ളിയേ ആകാവുള്ളൂ, ഒത്തിരി ആകല്ല്. 2 തുള്ളി നാരങ്ങ നീര്. അത് നല്ലപോലെ ഒന്ന് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ബ്രൂവിൻ്റെ പൊടിയാണ്. ബ്രൂവിൻ്റെ പൊടി ചേർക്കുമ്പോഴാണ് ടീച്ചറോട് നമുക്ക് ഒന്നും കൂടെ റിസൾട്ട് കിട്ടുന്നത്. നമ്മുടെ സാധാ കാപ്പിപ്പൊടിയേക്കാൾ കൂടുതലും. ഞാൻ സാധാ കാപ്പിപ്പൊടി ഇട്ടും ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ ബ്രൂവിനാണ് എനിക്ക് ഇച്ചിരി കൂടെ റിസൾട്ട് നല്ലപോലെ തോന്നിയിട്ടുള്ളത്. നമ്മൾ എടുത്തേക്കുന്ന എഗ് വെയിറ്റിനനുസരിച്ച് വേണം നമ്മൾ ബ്രൂവിൻ്റെ പൊടി കലക്കിയെടുക്കാനായിട്ട്. ഇതുണ്ടോ, ഈ ഒരു ഇത് മതി നമുക്ക്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ എല്ലാം മിക്സ് ചെയ്യുന്നതിൻ്റെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ സംഭവം എല്ലാം സെറ്റായി. അപ്പം ഞാൻ മുഖം നല്ലപോലെ കഴുകിച്ചാണ് ഇരിക്കുന്നത്, പൗഡർ പോലും മുഖത്തിട്ടിട്ടില്ലേ. അപ്പം നമ്മുടെ പൊട്ട് മാത്രമായിട്ട് നമുക്കൊന്ന് തൂത്ത് കളയാം. പൊട്ട് മാത്രമായിട്ട് തൂത്ത് കളഞ്ഞേച്ച്
അപ്പം നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ വെച്ചെടുക്കുന്ന ഈ മുട്ടയുടെ ഇത് ചൂടാറിയതിന് ശേഷമേ നിങ്ങൾ മുഖത്ത് തേക്കാവുള്ളൂ കേട്ടോ. അല്ലാതെ അതെല്ലാം കൂടി ചേർത്ത് ചന്ദനം എൻ്റെ മുഖത്തെടുത്ത് വെച്ച് മുഖം പൊള്ളരുത്. എന്നിട്ട് ഇതുപോലെ നമ്മളൊരു ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എങ്ങനെ വശമെന്ന് വെച്ചാൽ അതുപോലെ നിങ്ങളിങ്ങനെ മുഖത്ത് പരട്ടി കൊടുക്കുക. മുടി വെച്ച് പരട്ടല്ലേ, എനിക്ക് എപ്പോഴും പറ്റുന്നൊരു കാര്യം മുടി ഇതിൻ്റെ ഇടയ്ക്കോട്ട് കയറും. നല്ലപോലെ ഒന്ന് മുഖം മുഴുവനൊന്ന് തേച്ച് കൊടുക്കാം. ഒട്ടും നിങ്ങൾക്ക് മുട്ടയുടെ സ്മെല്ല് വരത്തില്ല കേട്ടോ. ഞാൻ നേരത്തെ ഒരു പായ്ക്ക് ഇതുപോലെ തന്നെ എഗ് വൈറ്റിൻ്റെ ചെയ്തപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു മുട്ടയുടെ സ്മെല്ല് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്കങ്ങനെ വലിയ സ്മെല്ലായിട്ട് തോന്നിയില്ല. എന്നിട്ട് ഈ കോഫി പൗഡറിൻ്റെ സ്മെല്ലാണ് എനിക്ക് തോന്നിയത്. പക്ഷേ മിക്കവരും പറഞ്ഞവർക്ക് മുട്ടയുടെ സ്മെല്ല് സഹിക്കാൻ പറ്റുന്നില്ല, അത് ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് അവരൊത്തിരി നേരം മുഖത്തത് വെച്ചുകൊണ്ടിരുന്നില്ല, കളഞ്ഞു എന്നൊക്കെ പറഞ്ഞേ. ഇപ്പം നിങ്ങൾ ഇത് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ശകലം പോലും മുട്ടയുടെ സ്മെല്ല് നിങ്ങൾക്ക് വരത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മുഖം മുഴുവനും പുരട്ടി. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ടിഷ്യൂ പേപ്പറാണ്. ടിഷ്യൂ പേപ്പർ നമ്മുടെ മുഖത്തിനനുസരിച്ച് നമ്മളിത് മുറിച്ചെടുക്കുക. കത്രി കൊണ്ട് നിങ്ങൾ മുറിച്ചെടുത്താൽ അങ്ങനെ എടുക്കുക, അതല്ല കൈ കൊണ്ട് ഇങ്ങനെ മുറിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ടിങ്ങനെ മുഖത്ത് നല്ലപോലെ ഒട്ടും ഗ്യാപ്പ് വരല്ലേ ഈ പേപ്പർ ഒട്ടിക്കുന്നത്, അങ്ങനെ വേണം ഇത് മുഖത്തൊട്ടിക്കാനായിട്ട്. ഒട്ടും ഗ്യാപ്പ് വരാതെ വേണം ഇത് ഒട്ടിക്കേണ്ടത്. നമുക്കിതൊരു മാസ്കാണ്, ഇത് നമുക്ക് എടുക്കാനുള്ളതാണ് നമ്മുടെ മുഖത്തു നിന്ന്. അപ്പോൾ അങ്ങനെ ഇങ്ങേ സൈഡിൽ മുഖം മുഴുവൻ ഒട്ടിക്കുന്നുണ്ട് ഞാൻ. ഇതിങ്ങനെ മുഖം മുഴുവനും ഈ ടിഷ്യൂ പേപ്പർ ഒന്ന് ഒട്ടിക്കട്ടെ. ഞാൻ ടിഷ്യൂ പേപ്പർ മുഴുവൻ എൻ്റെ മുഖത്തെല്ലാം ഒട്ടിച്ചു കേട്ടോ. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു എന്നെ ആരോ പഞ്ഞി കിട്ടുന്നതാണല്ലേ. ഇതുകൊണ്ട് ഇതിൻ്റെ പുറത്തോട്ട് ഇനി നമ്മൾ വീണ്ടും ഇത് ഒരു ലെയറും കൂടി ഇങ്ങനെ പുരട്ടി കൊടുക്കുവാണേ. ഇത് പറ്റുന്നതനുസരിച്ച് ആ ടിഷ്യൂ പേപ്പർ ഇട്ടതെല്ലാം മാറി മാറി വരും കേട്ടോ. ഇത് ഭയങ്കര റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ. നിങ്ങളിത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കാം, ഭയങ്കര റിസൾട്ടാണ് കിട്ടുന്നത്. എല്ലാ സ്കിന്നുകാർക്കും ഉപയോഗിക്കാനും പറ്റും കേട്ടോ. ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ അതാണ് നമുക്ക് നല്ലത് കേട്ടോ. ഇത് വലിയ വിലയുള്ള ബ്രഷൊന്നും ഇല്ല, ഞാൻ ഒരുപാട് തവണ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ മുഖത്തിടുമ്പം എവിടെയെങ്കിലും നമുക്കിനി ടിഷ്യൂ പേപ്പറിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളിത് ഇട്ട് കൊടുക്കുന്ന കൂടെ തന്നെ അതങ്ങ് ഒട്ടിച്ചങ്ങ് കൊടുത്തങ്ങ് ചെയ്തേക്കണേ. നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചത് സെറ്റ് അല്ലെങ്കിൽ മുഴുവൻ നമുക്ക് കവർ ചെയ്യണം കേട്ടോ. നമ്മുടെ മുഖത്ത് ഒട്ടും ഗ്യാപ്പ് ഇല്ലാതെ വേണം ടിഷ്യൂ പേപ്പറിൻ്റെ ഇത് ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. എന്നാലേ നമുക്ക് ആ ഒരു എടുക്കുമ്പം ശകലം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ഇതില്ലാതെ കവർ ഇത് നമുക്ക് ഈ മാസ്ക് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ബാക്കി മുഴുവനും ഒന്ന് വരട്ടെ. ഇത് മുഴുവനൊന്ന് പരട്ടേച്ച് നമുക്ക് കാണാവേ. അപ്പോൾ ഞാൻ എൻ്റെ മുഖം മുഴുവനും ഇത് പുരട്ടി കേട്ടോ, എല്ലാം തേച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങുന്നതാണ് നമ്മുടെ ടൈം. അല്ലാതെ നമ്മളൊരു ഇത്ര
ടൈം നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് ഉണങ്ങുന്നതാണ് നമ്മുടെ ടൈം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഉണക്കിയതിന് ശേഷം ഞാൻ വരാവേ. അപ്പം മുഖത്ത് ഇതെല്ലാം നല്ലപോലെ ഉണങ്ങി കേട്ടോ. നല്ലപോലെ ഉണങ്ങിയത് കണ്ടോ. ഇങ്ങനെ ഉണങ്ങിയതിന് ശേഷമേ നമ്മളിത് എടുക്കുള്ളേ. ഇത് കണ്ടോ നമ്മുടെ മുഖത്ത് വരുന്ന നമ്മുടെ മുഖത്ത് കുഞ്ഞു കുഞ്ഞു ഹെയറൊക്കെ ഉണ്ടല്ലോ, നമ്മളിതിങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് അതും കൂടെ കൂടെങ്ങി പോരും. പക്ഷെ നോത്തൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ വേദനയൊന്നും എടുക്കത്തില്ല. ഇത് കണ്ടോ, ഇതിപ്പോൾ ഒരു മാസ്ക് മാതിരിക്കുന്നുണ്ടോ. വായ ഇവിടെ ആയിരുന്നു കേട്ടോ, കണ്ണ് വേണ്ടേ കണ്ടോ. ഇതുകൊണ്ടാണ് ഇതൊരു ഫേസ് മാസ്ക് എന്ന് പറയുന്നത്. ഇത് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഉണങ്ങിയതിന് ശേഷമേ നിങ്ങളത് എടുത്ത് മാറ്റുള്ളൂ കേട്ടോ. ഞാൻ മുഖം ഒന്ന് കഴുകിയിട്ട് വരട്ടെ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ടൊക്കെ ഉണ്ട്, ഇതുണ്ടോ. പക്ഷെ മുഖത്തിന് ഒന്ന് മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ല വ്യത്യാസമുണ്ട്. ഇതുണ്ട്, സ്കിന്നൊക്കെ നല്ല ഒരിതായിട്ടുണ്ട്. നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നതായിട്ട് ഇത് മുഖത്തിടുമ്പോഴത്തേക്ക്. ഞാൻ മുഖമൊക്കെ ഒന്ന് കഴുകി ഒരു പൊട്ടൊക്കെ തൊട്ടിച്ച് വരട്ടെ. മുഖമൊക്കെ ശരിക്കും കഴുകി കേട്ടോ. കഴുകി കഴിയുമ്പോഴത്തേക്ക് മുഖത്തെ ആ ഇതെല്ലാം അങ്ങ് പോയി. പക്ഷെ നല്ലൊരു ഗ്ലോ ഉണ്ട് മുഖത്തിന്. ഞാൻ പൊട്ട് തൊട്ടില്ല കേട്ടോ, പൊട്ടൊന്ന് തൊട്ടട്ടെ. അപ്പം എനിക്കിങ്ങനെ റൗണ്ടിലൊരു പൊട്ട് തൊട്ടിട്ടുണ്ടല്ലോ, താഴെ ഒരു കുത്തിട്ടില്ല, സമാധാനം കിട്ടത്തില്ല. നീ അത് സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ എനിക്കുള്ളൊരു പ്രശ്നമാണേ. അങ്ങനെ പൊട്ട് തൊട്ട് താഴെ ചെറിയൊരു കുത്ത്. അപ്പം മുഖത്തെല്ലാം നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുഖത്ത് നമ്മുടെ ചെറിയ ചെറിയ ഹെയർസൊക്കെ ഉള്ളതെല്ലാം പോയി കിട്ടും. മുഖത്തിന് നല്ലൊരു ഗ്ലോ കിട്ടും. ഇത് ആഴ്ചയിൽ നിങ്ങൾക്ക് 2 പ്രാവശ്യം ചെയ്താൽ മതി. ദിവസം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ആഴ്ച 2 പ്രാവശ്യം വെച്ചൊന്ന് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ആഴ്ചയിൽ 1 പ്രാവശ്യം ആക്കാം, പിന്നെ മാസത്തിൽ ഒന്നാക്കാം. അങ്ങനെ നമുക്ക് ഇതൊക്കെ എടുക്കാം കേട്ടോ. മുഖത്തിന് നമ്മൾ ചെയ്യുന്നതോറും മുഖത്തിന് നല്ല കളറ് മാറ്റം വന്നിട്ടിരിക്കും. കൂടുതൽ നമുക്ക് ഈ വെയിലൊക്കെ കൊണ്ട് മുഖമെല്ലാം അങ്ങ് വല്ലാതെ കരുവാളിക്കുമ്പോഴാണ് കൂടുതൽ നമുക്കിത് ചെയ്യുന്നത്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു പാക്ക് ഇട്ടിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ കൂടെ കാണിക്കുന്നത് കേട്ടോ. അപ്പം നല്ല റിസൾട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മാസ്ക് കേട്ടോ. പായ്ക്കൊക്കെ ഇടുന്ന ഇഷ്ടമാണെന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ ഈ മാസ്ക് ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാന്നറിയോ, അവസാനം ഇതൊന്ന് ഇളക്കാനായിട്ട് നല്ല രസമാണ്. ഇളക്കി വരുമ്പോഴത്തേക്ക് നമ്മുടെ മുഖത്ത് ആ ഒരു തെളിഞ്ഞ് വരുന്ന ആ ഒരു തിളക്കമുണ്ടല്ലോ, അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അപ്പം ഇത് ഒരുപാട് നമുക്ക് പ്രയാസമുള്ള കാര്യമൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇച്ചിരി നേരം ഇതിപ്പോൾ ഞാനൊരു അരമണിക്കൂർ ഇരുന്നു കേട്ടോ. അരമണിക്കൂർ ഇരുന്നെന്ന് പറഞ്ഞാൽ ഫാനിൻ്റെ കീഴിലാണ് ഇരുന്നത്. അപ്പോൾ ആ കാറ്റും കൂടെ അടിക്കുമ്പോഴത്തേക്ക് ഇതൊന്നും കൂടെ അങ്ങ് ഉണങ്ങി സെറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. മുഖത്തെ ഒരു ഫേസ് മാസ്ക് ആണ്. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിച്ച് നിങ്ങൾ പറയണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പറയുന്നത് ഇതാണ്. ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാവേ.